ഇന്ന് ബാർസലോണയുടെ മുന്നേറ്റ നിരയിലേക്ക് നോക്കിയാൽ നമുക്കവിടെ ഒരു കൂട്ടുകെട്ടിനെ കാണാൻ സാധിക്കും. അതെ, ലാമിൻ യമാലും റോബർട്ട് ലെവൻഡോസ്കിയും റാഫീനയുമെല്ലാം അടങ്ങുന്ന ഹാൻസി ഫ്ലിക്കിൻ്റെ അറ്റാക്കിംഗ് ട്രിയോ. എന്നാൽ ഇന്ന് മൂവരും ചേർന്ന് ബാർസലോണയെ ഒരുമിച്ച് മുന്നോട്ട് നയിക്കുന്നത് കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിൽ മൂന്ന് മുഖങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകും. ഇല്ല, അത്ര പെട്ടെന്നൊന്നും നമുക്കവരെ മറക്കാൻ സാധിക്കില്ല. ലാറ്റിൻ അമേരിക്കൻ പന്താട്ട കഥകളിൽ 3 വ്യത്യസ്ത രാജ്യങ്ങൾക്ക് വേണ്ടി നായകന്മാരായി അവതരിച്ച 3 ഇതിഹാസങ്ങൾ യൂറോപ്യൻ ഫുട്ബോളിനെ അടക്കി ഭരിച്ചിരുന്ന ആ കാലഘട്ടമൊന്നും ഒരു ഫുട്ബോൾ ആരാധകനും ഒരിക്കലും മറക്കാനാവുകയുമില്ല. കാൽപന്ത് ലോകത്ത് നിരവധി കൂട്ടുകെട്ടുകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം എത്രയോ ഉയരങ്ങളിലായിരുന്നു മെസ്സിയും സുവാരസും നെയ്മറും അടങ്ങുന്ന ആ ത്രിമൂർത്തി സഖ്യം. മൈതാനത്തിൻ്റെ 4 കുമ്മായവരക്കകത്ത് അത്ഭുതങ്ങൾ തീർത്ത ഈ കൂട്ടുകെട്ടിന് ലോകം ഒരു പേര് വിളിച്ചു: MSN. Over this one, looks like he will, looking for the and frozen in place was Rico, even better than Rico for Neymar. Again. Trying to defend them at free kicks is clean pulled up with a witch. തുടർച്ചയായ 4ാം തവണയും ബാലൺ ഡി ഓർ പുരസ്കാരം നേടിക്കൊണ്ട് ലിയണൽ മെസ്സി തന്നിലെ ഇതിഹാസത്തെ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടി നിൽക്കുന്ന സമയത്താണ് നെയ്മർ ജൂനിയർ ബാർസലോണയിലെത്തുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2013 മെയ് മാസത്തിൽ. കുന്നോളം പ്രതീക്ഷകളുമായാണ് നെയ്മർ അന്ന് കാറ്റലോണിയയിൽ കാലുകുത്തിയത്. എന്നാൽ സാവിയും ഇനിയസ്റ്റയും പുയോളും മെസ്സിയുമെല്ലാം അടങ്ങുന്ന ബാഴ്സ ടീമിൽ അവരോടുള്ള അടങ്ങാത്ത ആദരവും ബഹുമാനവും മൂലം അധികമാരോടും കൂട്ടുകൂടാതെ നെയ്മർ പലപ്പോഴും ഒറ്റപ്പെട്ടു പോയിരുന്നു. ആ ഒറ്റപ്പെടൽ കളിക്കളത്തിലും പ്രകടമാകുന്നുണ്ട്. അങ്ങനെ തൻ്റെ പ്രതിഭയുടെ സ്പർശങ്ങളൊന്നും പുറത്തെടുക്കാനാവാതെ നിരാശയുടെ അന്ധകാരത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ അയാൾക്ക് ഊർജം പകർന്നത് മെസ്സിയുടെ ചില വാക്കുകളായിരുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് ലിവർപൂളിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ലൂയിസ് സുവാരസിന് സീസൺ അവസാനിച്ചതോടെ ബാർസലോണയിൽ നിന്നും ഒരു ഓഫർ വരുന്നു. മറുത്തൊന്നും അയാൾക്ക് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. കാരണം ബാർസലോണ അയാളുടെ ഒരു സ്വപ്നമായിരുന്നു. തൻ്റെ കുട്ടിക്കാലം മുതൽ താൻ നെഞ്ചിലേറ്റിയ തൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന്. അങ്ങനെ അയാൾ തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി 2014 ജൂലൈ 11 ക്യാമ്പ് നൗവിൽ കാലുകുത്തുന്നു. അവിടെ വെച്ചാണ് MSN എന്ന അധ്യായത്തിന് തുടക്കം കുറിക്കുന്നത്. പിന്നീട് നടന്നതെല്ലാം ചരിത്രമാണ്. ആദ്യ സീസണിൽ തന്നെ ബാഴ്സക്കായി ട്രബിൾ നേടിക്കൊടുത്തുകൊണ്ട് MSN തങ്ങളുടെ വരവറിയിക്കുന്നുണ്ട്. വെറും 3 സീസണുകൾ കൊണ്ട് 8ഓളം കിരീടങ്ങളാണ് ഈ മൂവർ സംഘം ക്യാമ്പ് നൗവിലെത്തിച്ചത്. തൻ്റെ ഡ്രിബ്ലിംഗ് മികവ് കൊണ്ട് എതിരാളികളെയെല്ലാം കബളിപ്പിച്ച് മുന്നേറുന്ന മെസ്സിയും മൈതാനത്ത് തൻ്റെ സ്കില്ലുകൾ കൊണ്ട് ചിത്രം വരക്കുന്ന നെയ്മറും ഏതു ഗോൾ കീപ്പറെയും കീഴ്പ്പെടുത്തുന്ന പ്രഹരത്താൽ സുവാരസും കൂടെ ചേർന്നപ്പോൾ സാധ്യമല്ലാത്ത പലതും അവർ തങ്ങളുടെ ഒത്തിണക്കത്തിലൂടെ സാധ്യമാക്കിയെടുത്തു. അതിനെല്ലാം പുറമെ മൂവരും ചേർന്ന് കീഴടക്കിയ കിരീടങ്ങൾക്ക് പോലും പറയാനുണ്ടാകും പെനാൾട്ടി പോലും പങ്കിട്ടെടുത്ത ആ സൗഹൃദത്തിൻ്റെ മനോഹാരിത. അങ്ങനെ മൈതാനത്തിനകത്തും പുറത്തും കളിയും ചിരിയും തമാശയുമായി സന്തോഷത്തോടെ കുറച്ചു കാലം പിന്നിട്ടു. ഒടുവിൽ 2017 കാറ്റലോണിയൻ ആരാധകരെ നിരാശരാക്കിയ ആ വാർത്ത എത്തി. അതെ, റെക്കോർഡ് തുകക്ക് നെയ്മർ പാരീസിലേക്ക് ചേക്കേറുന്നു. ഈ വാർത്ത കേൾക്കവേ തകർന്നു പോയത് കേവലം ഒരു ബാഴ്സ ആരാധകൻ മാത്രമായിരുന്നില്ല. കാൽപന്തിനെ നെഞ്ചിലേറ്റിയ ഓരോ പന്താട്ടപ്രേമിക്കും അത് ഉൾക്കൊള്ളാനായിരുന്നില്ല. പിന്നീട് 2021 സുവാരസിനെയും ബാഴ്സ മാനേജ്മെൻറ്റ് പുറത്താക്കി. അങ്ങനെ കഴിഞ്ഞുപോയ ആ സുവർണകാലത്തെയും ഓർത്ത് ലിയണൽ മെസ്സി എന്ന മാന്ത്രികൻ പ്രതാപം നഷ്ടപ്പെട്ട ക്യാമ്പ് നൗവിൽ ഒറ്റക്കായി തീർന്നു. പിന്നാലെ കാറ്റലോണിയക്കാർക്ക് നിരാശ മാത്രം സമ്മാനിച്ചുകൊണ്ട് അയാളും ആ ബ്ലൂ ഗരാന ജേഴ്സി അയച്ചു വെച്ചതോടെ MSN എന്ന അധ്യായത്തിന് അവിടെ അടിവര വീണു. കാൽപന്തിൻ്റെ മനോഹാരിത എന്തെന്ന് കാണിച്ചു തന്ന ആ MSN യുഗം ഇനി സാധ്യമാണോ എന്നറിയില്ല. ഒരുപക്ഷെ കാലം കാൽപന്ത് ഹൃദയങ്ങൾക്കായി ഒരിക്കൽ കൂടി പുനർജനിക്കുകയാണെങ്കിൽ കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ മൂവരും ഒരിക്കൽ കൂടി ഒരുമിച്ച് പന്ത് തട്ടുന്ന ആ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം.